ഇത് മഴക്കാലം. ഭാരതപ്പുഴ കര കവിഞ്ഞൊഴുകുകയാണ്. കർക്കിടകവാവും വന്നെത്തി. ഈ പുണ്യനദിയുടെ ഓരം ചേർന്ന് ഒട്ടനവധി ദേവസ്ഥാനങ്ങളും ബലിപ്പുരകളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് പാമ്പാടി ഐവർ മഠം. നിത്യവും ബലിയർപ്പണം നടത്തുന്ന ഐവർ മഠത്തിൻ്റെ ഒരു വേനൽക്കാല കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. നിളാതീരത്തുള്ള ഐവർ മഠം ബലിപ്പുരയിലേക്കാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഈ നിളാ നദിക്കരയിൽ ബലി തർപ്പണം അർപ്പിക്കുന്നവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ നിരവധി ബലി തർപ്പണ ഗുരുക്കന്മാരിവിടെ ഇരിപ്പുണ്ട്. മഴക്കാലമായാൽ മഴ കനത്താൽ കര കവിഞ്ഞ് ഒഴുകാറുള്ള ഈ നദി വേനൽക്കാലമായാൽ വെറും കരഭൂമി പോലെ എല്ലാ ദിവസവും ബലി തർപ്പണം അർപ്പിക്കുവാൻ ഒട്ടനവധി പേരാണ് ഇവിടെ വരാറുള്ളത്. ഈ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തു കൂടിയാണ് ഞാൻ ഈ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ മൈതാനം പോലെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പിന്നിൽ കാണുന്നത് അത് ഇങ്ങനെ ചുറ്റും നമുക്ക് ഒരു മൈതാനം പോലെ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റൂ. ഞാൻ നിൽക്കുന്നത് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്താണ്. ഭാരതപ്പുഴയുടെ മധ്യഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ നദി മുഴുവനായും മണ്ണ് കുന്നുകൂടി നികന്ന് കിടക്കുകയാണ്. ഒരു പെരുമഴക്കാലം വന്നാൽ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തിനെ വഹിക്കുവാനുള്ള ശേഷി ഈ നദിക്ക് ഈ മൺകുന്നുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഓ, ഞാൻ രാവിലെ വന്നിരുന്നു. അപ്പം അങ്ങ് അവിടെ ഒന്ന് ഇത് കർമ്മം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരിൽ സംസാരിക്കാൻ പറ്റില്ല. മാത്രമല്ല, എനിക്ക് ഇന്നലെ തൃശ്ശൂർ വരെ അത്യാവശ്യം പോകണമായിരുന്നു. അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് ഒന്നുകൂടി വന്നതാണ്. അങ്ങയുടെ പേരെങ്ങനെ? അങ്ങ് എത്ര കാലമായി ഈ കർമ്മം? 17 വർഷമായി. അങ്ങ് താമസിക്കുന്ന അവിടെയാണ്? ആ, ഇവിടെ അപ്പുറത്ത്. ആ, അവിടെയാണ്. നമ്മൾ ഒരു ദിവസം ഒരു ആളിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ പറ്റൂ. ഞാൻ ദയാനന്ദൻ. ഞാൻ തിരുവനന്തപുരം. ശരി. അപ്പോൾ പിതൃ തർപ്പണം അർപ്പിച്ചിട്ട് പോകുന്നവരുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങ് ഇവിടെ വെള്ളത്തിൻ്റെ കുറവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രദേശമെല്ലാം ഇപ്പോൾ മണ്ണ് നിറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇതെല്ലാം പിതൃ തർപ്പണത്തിന് വേണ്ടിയുള്ള പൂജാദ്രവ്യങ്ങളും അനുബന്ധിച്ചിട്ടുള്ള വസ്തുക്കളുമാണ് നമ്മളിപ്പം കാണുന്നത്.
ഈ അസ്ഥി നിമജ്ജനം ചെയ്തതിന് ശേഷം അതായത് അസ്ഥി നിമജ്ജനം ചെയ്യുന്ന ഭാരതപ്പുഴയുടെ ഒരു ഇടമാണ്. വെള്ളത്തിൻ്റെ അപര്യാപ്തത ഉണ്ട്, പക്ഷെ ഇവിടെയാണ് കുറച്ച് വെള്ളം ഉള്ളത്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് അസ്ഥി ഒഴുക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് ഭാരതപ്പുഴയുടെ ഈ പ്രദേശത്ത്, അതായത് ഈ ഭാഗത്ത് ഭാരതപ്പുഴയുടെ ഈ ഭാഗത്ത് ആളുകൾ വരുന്നത്. ഇവിടെയാണ് കുറച്ച് വെള്ളം ഉള്ളത്. പിതൃതർപ്പണം കഴിഞ്ഞ് മടങ്ങി പോകുന്നവരെയും പിതൃതർപ്പണം അർപ്പിക്കുവാനായി വരുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെ മേലെ ഒരു തുള്ളി വെള്ളം കൊടുക്കും. തുള്ളി വെള്ളം അതിന് രണ്ട് കൈകൊണ്ട് വാരി ഇലയിൽ വേണ്ട കേട്ടോ, രണ്ട് കൈ കൊണ്ടങ്ങ് വാരി അത് വാരി എടുത്തിട്ട് രണ്ട് നമ്മുടെ പേര് മരിച്ചുപോലെ ദിവസത്തെ പാമ്പാടി ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ദിവസവും എത്ര മണിക്ക് വരും? രാവിലെ 4 മണി ചടങ്ങ് തുടങ്ങും. അപ്പം അങ്ങ് ഒരു ദിവസം എത്ര കർമ്മങ്ങൾ സാധാരണ? ഒരു കർമ്മം തന്നെ ചെയ്യാൻ പറ്റില്ല. 3 മണിക്കൂറിന്റെ മേലെ സമയം പിടിക്കും കർമ്മം ചെയ്യാൻ ഒരെണ്ണം. അപ്പം ഈ ഇരിക്കുന്ന ആളുകളെല്ലാം 3 മണിക്കൂർ കൊണ്ടേ ഇരിക്കുകയാണ്. 3 മണിക്കൂറായിട്ട് ഇരിക്കുകയാണ്. തന്നെയാണ്. വീട്ടിലാണെങ്കിൽ ഈ സമയം പിടിക്കും. 6 മണിക്കൂറിന് മേലെ വരും. പുഴയിൽ നമുക്ക് എത്ര സമയം ഉണ്ടല്ലോ, എല്ലാവർക്കും പഴയമാതിരി കഴിയാം. ഒരു 3 മണിക്കൂറൊക്കെയാണ് പുഴയിൽ നടക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഒരു ചടങ്ങ് ശരിക്കും ഇനി കൂടും. 6-6.5 മണിക്കൂറിന് മേലെ വരും ചടങ്ങ്. ഇപ്പൊ അവിടെ ക്രിയ നടക്കുന്നുണ്ട് പട്ടനാട്ടിൽ, അത് പോയി എടുത്തു. അപ്പൊ അവിടെ ഫസ്റ്റ് അവിടെ തുടങ്ങിയതേ ഉള്ളല്ലേ?
മറ്റേത് 3 ദിവസത്തെ വെടിക്കട പിടിക്കാൻ പോകുന്നു. അപ്പോൾ നാവാഴ്ച അറിയാതെയോ തലമുറകളായി തറവാട്ടില് ഇതിനെ മരിച്ചുപോയ വംശപരമായ സ്ഥലമാക്കി വീട്ടിൽ കയ്യിൽ കൊടുക്കുക. ഇനി ആരെങ്കിലും തറവാട്ടെന്ന് വരാൻ പറ്റും മനുഷ്യങ്ങളെ നീളത്തിലാക്കി പണി പോലെ മുകൾ ഭാഗത്ത് ടോപ്പ് പോലെ ശരിക്കുന്നുണ്ട്. ഇങ്ങനെ ബലികർമ്മം അർപ്പിക്കുവാൻ നൂറുകണക്കിന് ആൾക്കാരാണ് നിരന്തരം ഐവർ മഠത്തിൽ എത്തിച്ചേരുന്നത്.